ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുരിയേലായിസോ കുരിയേലായിസോ കുരിയേലായിസോ. പൗവിലശേഷം ദൈവത്താൽ പ്രേരിതരായ ശ്രീഹന്മാർപ്പോ ജാതികളിടയിൽ ഭൂതലസീമയതോളം നല്ലേവൻ ഗേല്യോ കൈക്കൊള്ളുവോർക്കെഴും ഭാഗ്യമിതന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധ സ്ലീഹന്മാരുടെ നടപ്പുകളുടെ പുസ്തകത്തിൽ നിന്നും ഹബീബായി പാർക്കുമോ. സ്ലീഹന്മാരുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾകൊണ്ടു കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന് മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി. അവനെ കാപ്പാൻ 4 ചേവകരുള്ള 4 കൂട്ടത്തിന് ഏൽപ്പിച്ചു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഹെരോദാവ് അവനെ ജനത്തിനു മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് തന്റെ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുയിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവനെ ഉണർത്തി. ഉടനെ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്ന് അറിയാതെ താൻ ഒരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. അവർ 1-ാം കാവലും 2-ാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പുവാതിക്കൽ എത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ചു. ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൻ പടിപ്പുരവാതിക്കൽ മുട്ടിയാറെ രോദ എന്നൊരു ബാല്യക്കാരത്തി വിളി കേൾപ്പാൻ അടുത്തു വന്നു. പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്കോടി പത്രോസ് പടിപ്പുരയ്ക്കൽ നിൽക്കുന്നു എന്ന് അറിയിച്ചു. അവർ അവളോട് നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു.
അവളോ അല്ല, ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ അവന്റെ ദൂതനാകുന്നു എന്ന് അവർ പറഞ്ഞു. പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. അവർ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. അവർ മിണ്ടാതിരിപ്പാൻ അവൻ ആംഗ്യം കാട്ടി. കർത്താവ് തന്നെ തടവിൽ നിന്ന് പുറപ്പെടുവിച്ച വിവരം പറഞ്ഞു കേൾപ്പിച്ചു. ഇത് യാക്കോബിനോടും ശേഷം സഹോദരന്മാരോടും അറിയിപ്പിൻ എന്ന് പറഞ്ഞു. പിന്നെ അവൻ പുറപ്പെട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി. നേരം വെളുത്തപ്പോൾ പത്രോസ് എവിടെ പോയി എന്ന് പടയാളികൾക്ക് അല്പമല്ലാത്ത പരിഭ്രമമുണ്ടായി. ഹെരോദാവ് അവനെ അന്വേഷിച്ചിട്ട് കാണായികയാൽ കാവൽക്കാരെ വിസ്തരിച്ച് അവരെ കൊല്ലുവാൻ കൽപ്പിച്ചു. പിന്നെ അവൻ യഹൂദി വിട്ട് കൈസരിയിലേക്ക് പോയി അവിടെ പാർത്തു. അവൻ സോര്യരുടെയും സീദോന്യരുടെയും നേരെ ക്രുദ്ധിച്ചിരിക്കുമ്പോൾ രാജാവിന്റെ ദേശത്തു നിന്ന് തങ്ങളുടെ ദേശത്തിന് ആഹാരം കിട്ടിവരികയാൽ അവർ ഏകമനസ്സോടെ അവന്റെ അടുക്കൽ ചെന്നു. രാജാവിന്റെ പള്ളിയറക്കാരനായ ബ്ലസ്തോസിനെ വശത്താക്കി സന്ധിക്കായി അപേക്ഷിച്ചു. നിശ്ചയിച്ച ദിവസത്തിൽ ഹെരോദാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിലിരുന്ന് അവനോട് പ്രസംഗം കഴിച്ചു. ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദമത്രേ എന്ന് ജനമാർത്തു. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. അവൻ കൃമിക്ക് ഇരയായി പ്രാണനെ വിട്ടു. എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പറന്നുകൊണ്ടിരുന്നു. ഹബീബായി പാർക്കുമോ. ധന്യൻ ചൊൽകട്ടെ ഈ ദേവം, നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതിനെതിരാ വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം. പലതരമുപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം അവസാനിപ്പിപ്പോ ധന്യൻ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും മഹായി പാർക്കുമോ. ശ്ലീഹായുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായിപ്പുകൊണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവിൻ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായ കർത്താവിനെ സ്നേഹിപ്പീൻ. ആശയിൽ സന്തോഷിപ്പീൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവീൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവിൻ. തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുവിൻ. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കരുത്. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെ മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാലാവുവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ നിന്റെ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ആഹായേ പാർക്കുമോ. സ്തുതി ബലികളാണ് ചേരിടുവിൻ. കർത്തൃ പ്രാകാരി നിർമ്മല താഴ്ചയുമാ കർത്തനെ സ്തുതി മദ്ബഹാമുമ്പിൽ. ബാറക്കുമോർ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന
നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവൻ രക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗകരായ വിശുദ്ധ മത്തായി, വിശുദ്ധ യോഹാനോൻ എന്നീ സ്ലീഹന്മാരുടെ സുവിശേഷങ്ങളിൽ നിന്ന് വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ സ്തുതികളും നാം എല്ലാവരുടെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാരകാലത്ത് ഇപ്രകാരം ഇവ സംഭവിച്ചു. അങ്ങനെ വിശ്വസിക്കുന്നു. തക്ക സമയത്ത് വീട്ടിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയമിച്ചാക്കിയ വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആരാണ്? യജമാനൻ വരുമ്പോൾ തന്നെ ഏൽപ്പിച്ച പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ തനിക്കുള്ള സകലത്തിൻ്റെയും മേലാവായി ആ ദാസനെ നിയമിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ ദുഷ്ടനായ ദാസൻ എൻ്റെ യജമാനൻ വരുവാൻ താമസിക്കുമെന്ന് മനസ്സിൽ വിചാരിക്കുകയും കൂട്ടുകാരെ അടിക്കുവാൻ തുടങ്ങുകയും മദ്യപന്മാരോടുകൂടി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ വിചാരിക്കാത്ത നാളിലും അറിയാത്ത നേരത്തും യജമാനൻ വന്നവനെ പിരിച്ചുവിടുകയും അവൻ്റെ അവകാശം കപടഭക്തന്മാരുടെ കൂട്ടത്തിൽ ആക്കുകയും ചെയ്യും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഗലീലായിലെ കാനായിൽ യേശു തമ്പുരാൻ വീണ്ടും വന്നു. അവിടെ വെച്ചായിരുന്നു അവൻ വെള്ളം വീഞ്ഞാക്കിയത്. കപ്പർന്നഹൂമിൽ ഒരു രാജഭൃത്യനുണ്ടായിരുന്നു. അവൻ്റെ മകനെ രോഗം ബാധിച്ചിരുന്നു. യേശു തമ്പുരാൻ യെഹൂദ്യയിൽ നിന്ന് ഗലീലായിലെത്തിയെന്ന് കേട്ടിട്ട് അവൻ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ മരണാസന്നനായ മകനെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചു. യേശു തമ്പുരാൻ അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണാതെ വിശ്വസിക്കുകയില്ലല്ലോ എന്ന് പറഞ്ഞു. ആ രാജഭൃത്യൻ അവനോട്, കർത്താവേ, മരിക്കുന്നതിന് മുൻപ് ഇറങ്ങി വരണമേ എന്ന് അപേക്ഷിച്ചു. യേശു തമ്പുരാൻ അവനോട്, നീ പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വചനം വിശ്വസിച്ചവൻ പോയി. അവൻ ചെന്നപ്പോൾ ദാസന്മാർ അവനെതിരേറ്റ് നിന്റെ മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്നറിയിച്ചു. അവൻ അവരോട്, ഏതു സമയത്താണ് സുഖം പ്രാപിച്ചത് എന്ന് ചോദിച്ചു. അതിനെ ഇന്നലെ 7-ാം മണിക്ക് അവനിൽ നിന്ന് പനി വിട്ടു എന്ന് അവർ പറഞ്ഞു. നിന്റെ മകൻ സുഖമായിരിക്കുന്നുവെന്ന് യേശു പറഞ്ഞ സമയത്ത് തന്നെ ഇത് സംഭവിച്ചുവെന്ന് ആ പിതാവ് ഗ്രഹിച്ച് അവനും അവൻ്റെ കുടുംബം മുഴുവനും വിശ്വസിച്ചു. യേശു തമ്പുരാൻ യെഹൂദ്യയിൽ നിന്ന് ഗലീലായിൽ ചെന്നപ്പോൾ ഈ രണ്ടാമത്തെ അടയാളം ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയുണ്ടായിരിക്കട്ടെ. കർത്താവേ, നിൻ ദാനങ്ങൾ ഭരമേറ്റവനാ ഈ മേൽപ്പെട്ടക്കാരനു നീ പുണ്യം നൽകണമേ. തൽസ്മൃതി ദൂതന്മാർ മധ്യേ ഘോഷിക്കണമേ. വ്യാപാരത്താൽ താലന്തുകൾ വർദ്ധിപ്പിച്ചതിനാൽ കൊണ്ടാടും അവനെ തൻ മക്കൾ നാദാദിയും സ്വർലോകത്തിൽ പരിശുദ്ധന്മാരൊത്തവനെ ദോഷിപ്പിക്കണമേ. കാലോ
നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും ഇടവിടാതെ സദാ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. തൻ്റെ ശരീരം മുറിച്ച് ഞങ്ങൾക്ക് ഭക്ഷണം നൽകുകയും തൻ്റെ രക്തം പകർന്ന് ഞങ്ങളെ കുടിപ്പിക്കുകയും തൻ്റെ സ്വർഗരാജ്യം ഞങ്ങൾക്ക് അവകാശപ്പെടുത്തി തരികയും ചെയ്ത ഉത്തമനായ കർത്താവിനെ ദൈവികമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു. ബുക്കുലകുഞ്ഞൗമോസോ ബാറഖിമോർ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും പരിശുദ്ധ പിതാവിന്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പുണ്യമാക്കുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകളെ ക്ഷമിച്ചു മായിച്ച് നീക്കിക്കളയുന്നവനും അവയോർക്കാതിരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യത്താൽ എൻ്റെ നാഥ എണ്ണപ്പെടുവാൻ പാടില്ലാത്തവണ്ണം വളരെയും വലിയവയുമായ എൻ്റെ മഹാപാപങ്ങളും വിശ്വാസികളായ നിന്റെ സകലജനത്തിൻ്റെ പാപങ്ങളും മായിച്ചു കളഞ്ഞ് ഉത്തമനായുള്ളോവേ ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. അതിനാൽ എൻ്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും മൽപ്പാന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കളെയും അരൂപികളെയും ശരീരങ്ങളെയും നീ ആശ്വസിപ്പിച്ചേ കരുണയും മനസ്സലിയുമാകുന്ന പനിമഞ്ഞ് അവരുടെ അസ്ഥികളിന്മേൽ തളിക്കണമേ. ഞങ്ങളുടെ രാജാവായ മിശിഹാ തമ്പുരാനെ, കർത്താവേ, മഹത്വത്തിൻ്റെ നാഥ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരം ചെയ്യുന്നവനും ആയിരിക്കുമാറാകണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് നീ ഉത്തരമരുളി ചെയ്യണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായിച്ച് കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിൻ്റെ വടികളെ ഞങ്ങളിൽ നിന്ന് വിലക്കി കടത്തിക്കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും നിന്റെ ദൈവത്വത്തിന് യോഗ്യവും പ്രസാദകരമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽമീൻ.
ഈറയന്മാർക്കും മാലാകമാർക്കും രഹസ്യവാനായ പിതാവാം ദൈവമേ, തിരുമുൻപാകെയും സ്നേഹപൂർവ്വം ലോകത്തിന് പ്രത്യക്ഷപ്പെട്ട നിന്റെ പുത്രന്റെ മുൻപാകെയും തൻ്റെ ആവസിപ്പ് മൂലം ലോകത്തിന് പാപപരിഹാരം നൽകിയ നിന്റെ പരിശുദ്ധ റൂഹായുടെ മുൻപാകെയും നിന്റെ ദൈവത്വം ഉദ്ഘോഷിക്കപ്പെടുകയും വിശുദ്ധ ത്രിത്വം ആവസിക്കുകയും ചെയ്യുന്ന നിന്റെ പരിശുദ്ധ ബലിപീഠത്തിൻ്റെ മുൻപാകെയും ഈ ബലിയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടവക മുഴുവൻ്റെയും കുറ്റങ്ങൾ മായ്ക്കപ്പെടുവാനും വിശ്വാസികളായ മരിച്ചു പോയവരുടെയും ആശ്വാസത്തിനും നല്ല ഓർമ്മയ്ക്കും പര്യാപ്തമായി തീരുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ വബ്കുല സുബാൻ ലവൽമീ. കർത്താവ് അവിടുത്തെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും പാപിയുമായിരിക്കുന്ന നിന്റെ ദാസനാകുന്ന ഞാൻ ഉച്ചത്തിൽ കീർത്തിച്ചു പറയുന്നു, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ റൂഹാ ജീവനും പരിശുദ്ധിയുമുള്ളവൻ താൻ നമ്മുടെ മേലും നമ്മുടെ ആത്മാക്കളുടെ മേലും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും പ്രഭുക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും സഭയുടെ സത്യവിശ്വാസികളായ വാങ്ങിപ്പോയ മരിച്ചുപോയവരുടെ ആത്മാക്കളിന്മേലും രണ്ട് ലോകങ്ങളിലും എന്നുമെന്നേക്കും മനസ്സറിയുന്നു. നീ പാപിയായ തൻ്റെ ദാസന്റെ ധൂപകലശത്തെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. ബത്രൈഹൂൻ ഒൽമേല ഓലം വൽമീ. ബാറഖ്യമോർ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെ സ്രഷ്ടാവുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകർക്കും മുമ്പേ പിതാവ് ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗ്ഗത്തിൽ നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ കന്യമറിയാമിൽ നിന്ന് ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെയും പരിപാലിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്ത്രീയന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായ ജീവനും നിശ്ചയമുള്ള റൂഹായിലും കാതോലികവും ശ്ലൈകികവുമായ
ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നു പറഞ്ഞ് മരിച്ചുപോയവരും പരിപാലിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. യാചിക്കേണ്ടും സമയമിതാ, മോചിക്കും നാഴികയിതുതാ, ഇതു നമസ്കാരത്തിൻ സമയം, ഇതു തന്നെ കരുണാസമയം. ഉന്നത പദവിയിലേറിയതാ ഇന്നിപ്പോ ശ്രേഷ്ഠാചാര്യൻ അനുഭവിച്ചിടുന്നോർക്കായി അനുഷ്ഠിക്കും ഈ കുർബാന. പ്രിയരേ, ഇതു കരുണയുടെയും അലിവിന്റെയും സമയം താ. സത്യസ്നേഹത്തോടെ സമാധാനം നൽകും സമയം താ. ദൂരസ്ഥ സവിധസ്ഥരുമാ തമ്മിൽ നിരക്കും സമയം താ. അതിനാൽ സോദരരേ വാരുവീ, ഒരുപോൽ കരുണയിരം നീരാ. ബാറഖിമോർ സ്തവൻ ഗാലോസ് കർത്താവേ, നിന്റെ സഭയ്ക്കും നിന്റെ ആടുകൾക്കും നിന്റെ ഇടവകയ്ക്കും നിത്യമായ ശാന്തിയും സമാധാനവും സ്നേഹവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറഖിമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹമൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം ശ്ലോമോ നൽകിൻ, കർത്താവിൻ ശ്ലോമോ നമ്മിൽ വാസം ചെയ്തിടട്ടെന്നും തമ്മിൽ ചുംബിക്കേണം നാം. തൽസ്ലോമോയും ശൈനോയും നമ്മെ കാക്കട്ടെന്നാളും. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ,
തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്നാൽ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടുകയും സമാധാന പാലകന്മാരായ ആളുകൾക്കുള്ള നല്ല അവസാനത്തിന് യോഗ്യരായി തീരുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഘോഷോ വബുക്കൂല സുബാൻ ലവൽമീൻ. കർത്താവേ, നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സ്തോത്രബലി മൂലം ഈ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പാപവികാരങ്ങളോടുള്ള അകൽച്ചയ്ക്കും പുണ്യപ്രവർത്തികളോടുള്ള സാമീപ്യത്തിനും പര്യാപ്തമായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുക്കൂല സുബാൻ ലവൽമീൻ. ബാറക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് പരിശുദ്ധ പിതാവിന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിന്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും ആവാസവും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേലുള്ള ഉയരങ്ങളിൽ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നമ്മുടെ മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിലിരിക്കുന്നു. ഭയഭക്തിയോടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ, അദൃശ്യ സംഘങ്ങളോടും സംഖ്യാതീതമായ കൂട്ടങ്ങളോടും ആത്മീയമായി ചേർന്നുകൊണ്ട് വിശ്വാസികളായ ജനം മുഴുവനും ശ്രോപ്പന്മാരെ പോലെ ത്രിത്വമായി നിനക്ക് സ്തുതി പാടി കീർത്തിക്കുന്നു. മസക്കിൻ കോയൻ തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായി നമുക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തൻ്റെ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് മാറേ ഊക്കാ
തൻ്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് ഇപ്രകാരം അരുളി ചെയ്തു: ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിപ്പീൻ. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ഇത് മുറിക്കപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു. വൽകായേതൽ വോലം വൽമേ. അപ്രകാരം തന്നെ കാസായും എടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് ബാറേ തൻ്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് ഇപ്രകാരം അരുളി ചെയ്തു: ഇത് നിങ്ങളെല്ലാവരും വാങ്ങിപ്പാനം ചെയ്തു കൊള്ളുവേൻ. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ഇത് ചൊരിയപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ രക്തമാകുന്നു. വൽകായേതൽ വോലം വൽമേ. ഇതിൻ്റെ കൂടെ തന്നെ ഇത് നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം ഞാൻ വരുന്നതുവരെ എൻ്റെ മരണവും കബറടക്കവും പുനരുത്ഥാനവും നിങ്ങൾ ഓർത്തുകൊള്ളുവേൻ എന്നുള്ള നിർദ്ദേശവും താൻ നൽകി. ദാമോ ദോസേനോ. മൃതിയോർത്തങ്ങൾ നിന്നോദ്ധാനമതേ കാക്കുന്നു നിൻ പുനരാഗമനം. വാഴ്വരുളുക ഞങ്ങൾ എന്നും. കർത്താവേ, രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തിലെ വിസ്മയനീയങ്ങളായ അത്ഭുത പ്രവർത്തികളും എല്ലാവർക്കും അവരവരുടെ പ്രവർത്തികൾക്കനുസരണമായി പ്രതിഫലം നൽകുന്ന നിന്റെ വരവിൻ്റെ ഭയങ്കരങ്ങളായ അടയാളങ്ങളും വിസ്മരിക്കത്തക്കവയെല്ലാം. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളോവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ബാറക്കുമോർ, എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന മേൽ പൊരുതി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീ. ഞങ്ങളെല്ലാവരും കൂടെ സമാധാനവും ഞങ്ങളെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ചെയ്ത്
ദയതോ നീ എൻ്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കുറിയേലായിസോൻ കുറിയേലായിസോൻ കുറിയേലായിസോൻ. പരിശുദ്ധ റൂഹ വസിച്ച് ഈ അപ്പത്തെ ജീവൻ നൽകുന്ന ശരീരവും രക്ഷാകരമായ ശരീരവും ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ ശരീരവുമായി ആക്കി തീർക്കുമാറാകണമേ. ആമീൻ. പരിശുദ്ധ റൂഹ ആവസിച്ച് ഈ കാസായെ പുതിയ നിയമത്തിൻ്റെ രക്തവും രക്ഷാകരമായ രക്തവും ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ രക്തവുമായി ആക്കി തീർക്കുമാറാകണമേ. ആമീൻ. കർത്താവേ, ഈ കുർബാനയിൽ സംബന്ധിക്കുന്നവരായി ഞങ്ങളെ നിന്നോടുകൂടെ ആനന്ദം അനുഭവിക്കുന്നവരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽമീൻ. ആമീൻ. ബാറക്കുമോർ. ഇന്നും ഈ ആയുഷ്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ വിശ്വങ്ങളെ മേയിച്ചു വരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായ ദൈവത്തെ നിലനിർത്തി പോട്ടുപോരുന്ന നമ്മുടെ പാത്രികീസ്മാരായ ആബൂന്മാർ ജ്ഞാദോസിനു വേണ്ടിയും ആബൂന്മാർ ബസേലിയോസിനു വേണ്ടിയും ആബൂന്മാർ ഗീഗോറിയോസിനു വേണ്ടിയും ഈ പരിശുദ്ധ പിതാവിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷ പ്രാർത്ഥിക്കണം. കുറിയേലായിസോൻ. കർത്താവേ, ഞങ്ങൾക്കെതിരായ ദുഷ്ടതയോടെ സംസാരിക്കുന്ന വേദവിപരീതികളുടെ വായികൾ നീ അടച്ച് മൗനമാക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബ്കുല സുബാൻ ലവൽമീൻ. ആമീൻ. പാറയ്ക്കുമോ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഴിഞ്ഞ പരീക്ഷകളിൽ അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരനും ബലഹീനനുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അനാഥരുടെ സങ്കടത്തിൽ നിന്നും ദരിദ്രന്മാരുടെ നിലവിളിയിൽ നിന്നും പീഡിതരുടെ ക്ലേശത്തിൽ നിന്നും മർദ്ദിതരുടെ പ്രയാസങ്ങളിൽ നിന്നും നീ അലസമായി മൗനമായിരിക്കരുതേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബ്കുല സുബാൻ ലവൽമീൻ. ആമീൻ. ബാറക്കുമോർ. 4 ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തിയുറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവൻ സുഹൃത്തുക്കളായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ആന്തരികമായ സയോന്റെ ഗോപുരങ്ങളെ ചുറ്റി നടന്നെണ്ണിക്കൊണ്ടിരിക്കുന്നവരെ നീ ഭയപ്പെടുത്തി ചിതറിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബ്കുല സുബാൻ ലവൽമീൻ. ആമീൻ. ബാറക്കുമോർ. ഭൂമി
സർവ വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ ശ്രീഹന്മാരെയും എവൻഗലിയോസന്മാരെയും സാധേന്മാരെയും ഔദ്യാനന്മാരെയും ഭാഗ്യവാനത്തിന്റെ യജമാനും മുന്നോട്ടക്കാരനുമായ മാർ യൂഹാനോൻ മാബ്ദാനായെയും ശമാശന്മാരിൽ പ്രധാനിയും സാധേന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തേഫാനോസിനെയും ശ്രീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാ ശ്ലീഹായെയും ശേഷം ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അവർക്കായി നീ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന മഹാകൃപയ്ക്ക് ഞങ്ങളെയും വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചുപോയവരെയും കൃപയോടെ നീ അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുക്കൂല സുബാൻ ലവൽമീൻ. പാർക്കുമോ ശ്ലൈഹികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധിതയോടെ മുമ്പോട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കിയായാലും കുസ്തന്തീനോപോലീസിലും എഫേസ്യോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പൊതുസ്നേഹദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും യെരൂശലേമിന്റെ 1ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്ലീഹായും സഹദായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലിമീസും ദിവന്നാസ്യോസും അഥാനാസ്യോസും യൂലിയോസും ബാസേലിയോസും ഗ്രിഗോറിയോസും ഡിയസ്കോറോസും തീമോത്തിയോസും പീലക്സീനോസും അന്തീമോസും ഇയാവാനീസും വചനമായ ദൈവം ശരീരയായി തീർന്നു വന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നതഗോപുരവുമായ പ്രസിദ്ധനായ മോക്കൂറിലോസും സുറിയാനിക്കാടുകിനീടും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം ദേവമാതാവുന്ന സംശയം കൂടാതെ ലൈപ്പോടും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയാർക്കീസ് മോസേവേറിയോസും സത്വവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവ മോർ യാക്കോബ് ബുർധാനായും മോർ അപ്രേമും മോർ യാക്കോബും മോർ ഇസാക്കും മോർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മോർ ബർസവുമായും മോശമൂന്താസ്തുനിയും തെരഞ്ഞെടുക്കപ്പെട്ട മോർ അബഹായും എൽദോമാർ ബസലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മോർ ഗ്രിഗോറിയോസും മോർ ദിവനാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടിയും ഇവരുടെ പിമ്പുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ കൃപയ്ക്ക് മക്കളും നിന്റെ ഏകപുത്രന് സഹോദരങ്ങളുമായി തീരുവാൻ ഞങ്ങൾക്കിടയാക്കിയ ആ പരിശുദ്ധ പിതാക്കന്മാരോടുള്ള ബന്ധത്തിൽ നിന്ന് ഞങ്ങളെ നിവേഷ്കരിച്ച് ദൂരത്താക്കരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബ്കൂല സുബാൻ ലവൽമീൻ. പാർക്കുമോ അരൂപികളുടെയും സകല ജനങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാ ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിർവാചിച്ച് വിസ്മരിച്ച് നിന്റെ അടുക്കൽ വന്നു ഉയർന്നവരായി
ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തൻ്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മെസ്സിഹായോട് ധാരാളമായ തന്റെ അനുഗ്രഹം മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും നിന്റെ സർവ്വരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയേലായിസോം എന്നിട്ട് ശിവറേണം. കുറിയേലായിസോ കുറിയേലായിസോ കുറിയേലായിസോ. കർത്താവേ, നീ മൂലവർ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും പാതാളത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടുകയും പൂഴിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നിന്റെ ഏകജാതന്റെ കൃപ അവരിൽ പ്രബലപ്പെടുവാൻ ഇടയാകണമേ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. ദുമേത്തൂരോസേ ഓഫിലാൻ വലകൂ. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സ്ഥലമരിച്ചവരെയും നീ ആശ്വസിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവുകൂടാതെയും നിന്റെ തിരുമുമ്പിൽ ഞങ്ങൾ ഓരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, പൊതുവായ പുനരുദ്ധാനത്തിലെ നവീകരണത്തോടുകൂടി നിന്റെ ആത്മീയ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെയും അവരെയും കൃപയോടെ അർഹരാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യവും അനുഗ്രഹീതമായ നിന്റെ നാമവും ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെയും പരിശുദ്ധ റൂഹായുടെയും നാമങ്ങളോടുകൂടെ സകലത്തിലും എന്ന പോലെ ഇതിനാലും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. ഹോശോ വബ്കൂല സുബാൻ ലവൽമീ. തന്റെ തിരുനാമപ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറകളായി സകല തലമുറകളെയും ലോകാലോകളോടും സ്തുതിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. നഗവോ വലിയവനും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹാ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ. ആചാര്യ ധീശന്മാരെ ബാരക്കുമോ കുറിയേലായിസോ. നാഥൻ മലസഭ തന്നിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇടയന്മാരായി നിയമിച്ചു ബാരക്കുമോ കുറിയേലായിസോ. കർത്തൃജനങ്ങൾക്കേകാനും ഹല്ലേലൂയ ഹല്ലേലൂയ. ജാഗരൂകരായി
വ്യതയോടെ ഭരിപ്പാനും ബാരക്കുമോ കുറിയേലായിസോ കർത്തവ്യം പാലിപ്പാനും ഹല്ലേലൂയ ഹല്ലേലൂയ വ്യാപാര താലേറ്റാനും ബാരക്കുമോ കുറിയേലായിസോ കർത്താവിൻ സന്തോഷത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ വാരിൽ പന്തിരിക്കുമവൻ ബാരക്കുമോ കുറിയേലായിസോ ആബൂൻമോ ഓസ്താത്തിയോ ഹല്ലേലൂയ ഹല്ലേലൂയ നേടട്ടെ നിത്യസ്മരണം ബാരക്കുമോ കുറിയേലായിസോ പാപികളാ ഞങ്ങൾക്കെന്നും ഹല്ലേലൂയ ഹല്ലേലൂയ മോചനവും വാഴും നൽകും ബാരക്കുമോ കുറിയേലായിസോ സർവേശ എന്നേക്കും ഹല്ലേലൂയ ഹല്ലേലൂയ സ്തുതിയങ്ങേക്കുണ്ടാകട്ടെ ബാരക്കുമോ കുറിയേലായിസോ ബാരക്കുമോർ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കുറിയേലായിസോ കാരുണ്യവാനായ പിതാവാം ദൈവമേ, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിപ്പാനായി ഞങ്ങളുടെ വാകളും മധുരങ്ങളും തുറക്കുകയും ഞങ്ങളെല്ലാവരുടെയും ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും വെടിപ്പാക്കുകയും ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോൾ ഞങ്ങൾ തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടത ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കർത്താവേ, ഞങ്ങൾക്ക് ഉപദ്രവം നഷ്ടം വരുത്തുന്ന സകലവും ഞങ്ങൾക്ക് ഗുണകരവും ലാഭകരവുമായിട്ട് വേഗത്തിലും എളുപ്പത്തിലും നീ വ്യത്യാസപ്പെടുത്തി തരുമാറാകണമേ.
ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുക്കൂല സുബാൻ ലവൽമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറഖ്യമോർ അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തല ഉനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുമ്പാകെ ഞങ്ങൾ തല ഉനിക്കുന്നു. കർത്താവേ, നിന്റെ സകല കൃപകളും സകലാനുഗ്രഹങ്ങളും സകല ദാനങ്ങളും നിന്റെ സഭയിലും നിന്റെ ആടുകളിലും നിന്റെ ഇടവകയിലും വന്ന് വസിച്ച് കവിഞ്ഞൊഴുകുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുക്കൂല സുബാൻ ലവൽമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ദഹവേ വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്ദിക്കപ്പെട്ടതും സാരാംശത്തിൽ സമമായിരിക്കുന്നതുമായ വിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബാറഖ്യമോർ ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും ഈ വിശുദ്ധതകൾ നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ റൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ആമീൻ. സുബ്ഹാനല്ലാഹ്. പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. ആമീൻ. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ചുവെന്ന പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുമേനിയുടെ കഷ്ടാനുഭവങ്ങളാൽ അതിനെ രക്ഷിച്ചുവെന്ന പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായതും ഉണ്ടാകുവാനുള്ളതും സകലത്തെയും പരിപൂർണമാക്കി തികയ്ക്കുന്നവനുമായ ജീവനുള്ള ഏകപരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലെ പഠിപ്പിച്ച താതൻ മാരെ ഓർക്കേണം. പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വതരാജ്യ സ്വർഗത്തിൽ നീതിജ്ഞന്മാർ സിദ്ധന്മാരെന്നീവരൊപ്പം ദൈവസുതൻ ആശ്വാസമവർക്കേകിടും. മോറിയോറാകെ മേലൈനോവാതാരേ. നിന്നാസ്തുതയോട് രാജമകൾ ഹാലേ ലുയ്യായൗ ഹാലേ
ലുയ്യ നിൻ വലമായി രാജഭാമിനിയോ നിന്നഴകരജൻ മോഹിപ്പാൻ ഹാലേലൂയ ഹാലേലൂയ നിൻ ജനമോർക്കായിക പിതൃഗ്രഹവും പാരക്കുമോ ബഹോല ബോല പുറോ വലറൂഹോ കാദീശോ ലോലം വാദാമുൽവോലം ഉൽമീനാമീ ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോ രേഖസുതൻ തൃക്കരൾ ഞങ്ങളിൽ അലിവാൻ തൻ പക്കലപേക്ഷയാണ് കേണം സ്തൗമൻ കാലോസ്കുറിയേലായിസോ അറിയാമിൻ സ്മരണം വരദായകമാക തൽപ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട പാറക്കുമോ ബഹോല ബോല പുറോ വലറൂഹോ കാദീശോ ദൈവപ്രസവിത്രീ കന്യകമറിയാമിൻ ഉയരും നോയാറിൽ സുഖപരിമളധൂപം മുറിയോറാഹി മേലൈനു ആധാരേ മോറാനീശോ കുരിശും നിന്മാർ ജനത്തിൻ പ്രാർത്ഥനയും അടികളയും നിൻ കോപത്തിൻ വടികളയും മായ്ച്ചീടേണം നയവാൻ വന പോലെ തളിർത്തിടുമേ ഹാലേലൂയ വളരും അവൻ ലബിനോൻ കാരകിൽ പോൽ വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ ഹാലേലൂയ വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും പാറക്കുമോ ബഹോല ബോല പുറോ വലറൂഹോ കാദീശോ ഓലം വാദാമുൽവോലം ഉൽമീനാമീ ഒരു പോലിങ്ങും മാർമർദ്ദോമാർ പൗലോസ് ലേഖ മേലും നിന്നോർമ്മ ഉലഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കാൻ സ്തൗമൻ കാലോസ്കുറിയേലായിസോ പ്രാർത്ഥനയേൻ സമയമിതല്ലോ മോറഫറെ മോർത്തേവോദോറോസ് പതിവിൻ പടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്കാം ഇമ്പമെഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മൂശേ പോത്ര കൈവാഴ്ത്തേണം പാറയ്ക്കുമോ ബഹോല ബോല പുറോ വലറൂഹോ കാദീശോ നിന്നെ വരിച്ചൊരു താതന്നും മോർ ഗ്രിഗോറിയോസ് നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം നിന്നെ മൂടി ചൂടിയിടുന്ന റൂഹാവന്യൻ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾ എന്നും മുറിയോറാകെ മേലൈനു ആധാരേ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടാ അടികളെയും തൻ കോപത്തിൻ വടികളെയും മായിച്ചീടാ ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിയന്നരായ സഹോദര മെത്രാപ്പോലീത്തന്മാരെ,
ബഹുമാനപ്പെട്ട റമ്പാച്ചന്മാരെ, ബഹുമാനപ്പെട്ട കോറപ്പിസ്കോപ്പമാരെ, വൈദിക സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, വലിയ നോമ്പിലേക്ക് പ്രവേശിച്ചിട്ട് ഒരു ആഴ്ചവട്ടം പൂർത്തീകരിക്കുകയാണ്. ഈ ഒരാഴ്ചവട്ടം പൂർത്തീകരിക്കുമ്പോൾ അതിലാദ്യത്തെ ശനിയാഴ്ച എന്ന് പറയുന്നത് പരിശുദ്ധ എഫ്രൈം, പരിശുദ്ധ തേവോദോറോസ് എന്നീ പിതാക്കന്മാരുടെ ഓർമ്മ മധ്യസ്ഥത അപേക്ഷിച്ചുകൊണ്ട് പ്രത്യേക ശുശ്രൂഷ, അതൊരു പെരുന്നാൾ പോലെ ആചരിക്കണമെന്ന് പരിശുദ്ധ സഭ നിഷ്കർഷിക്കുന്നുണ്ട്. ആ രണ്ട് മഹാപരിശുദ്ധന്മാരുടെ ഓർമ്മ നാം ആചരിക്കുമ്പോഴും മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുള്ളത്, മലങ്കര സഭയിലെ അനുകരണീയ മാതൃക സൃഷ്ടിച്ച് ഒരു വർഷം മുമ്പ് നമ്മിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ, നമ്മുടെ എല്ലാവരുടെയും കൺമുൻപിൽ ഇപ്പോഴും ജീവിക്കുന്ന അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് മെത്രാപ്പോലീത്തായുടെ ആദ്യത്തെ വാർഷിക ശ്രാദ്ധ പെരുന്നാളാണിന്ന്. തിരുമേനി ഇപ്പോഴും നമ്മോട് സംസാരിക്കുന്നത് പോലെ നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നാനിടയുണ്ടെന്നാണ് എൻ്റെ വിചാരം. തിരുമേനി നമ്മിൽ നിന്ന് ഇപ്പോഴും വിട്ടുപോയിട്ടില്ല, നമ്മുടെ മുൻപിലുണ്ട്, നമ്മോട് സംസാരിക്കുന്നുണ്ട്. തിരുമേനി നമ്മെ വഴക്ക് പറയുന്നുണ്ട്, തിരുമേനി നമ്മുടെ മുമ്പിൽ അട്ടഹസിച്ച് ചിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒട്ടേറെ ഭാവനാ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ മുൻപിൽ ഇന്നും ശക്തമായി വിളങ്ങി തിളങ്ങി നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. ആ പരിശുദ്ധ പിതാവ് മലങ്കര സഭയ്ക്ക് നൽകിയിട്ടുള്ള ഒരു ജീവിത മാതൃകയുണ്ട്. അതൊരു അനുകരണീയ മാതൃകയാണ്. സാധാരണഗതിയിലെ യുവാക്കന്മാർക്ക് ആത്മീയ കാര്യങ്ങളിലും അതുപോലെ തന്നെ പുരോഹിതന്മാരോടുമൊക്കെയുള്ള ഒരു ആത്മബന്ധം, പതിവിൽ കവിഞ്ഞ ആത്മബന്ധം ഈ വന്യപിതാവുമായിട്ട് ആദ്യം മുതലേ പുലർത്താൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിചാരം. ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവർക്കൊക്കെ അറിയാം, അവർ ചെറുപ്പക്കാരായിരുന്നപ്പോഴും തിരുമേനിയുടെ ഒരു കാർഡിലുള്ള 2 വാചകം കൊണ്ടുള്ള എഴുത്തുകൾ, എനിക്ക് തോന്നുന്നത് 10-200 എഴുത്തെങ്കിലും ഒരു ദിവസം തിരുമേനി എഴുതും. അത് കാർഡിലായിരിക്കും, സ്വന്തം കൈപ്പടയിലായിരിക്കും. ആ ഒരു എഴുത്ത് ഒരു വലിയ നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ, വിശ്വാസികൾ നമ്മുടെ സഭയിൽ മാത്രമല്ല, നമ്മുടെ സഭയുടെ അപ്പുറത്തുമുള്ള മറ്റ് മതങ്ങളിലുള്ളവരെ, മറ്റ് ക്രിസ്തീയ സഭാ വിഭാഗങ്ങളിലുള്ളവരൊക്കെ അങ്ങനെയുള്ള ഒരു ആത്മബന്ധം പുലർത്തിയ ഒരു പിതാവാണ് അഭിവന്യ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനി. ഒരു വൈദിക വഴിയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ സുവിശേഷത്തിൻ്റെ മത്ത് തലയിൽ പിടിച്ച ഒരു തിരുമേനി, ഒരു യുവാവ്, ഒരു തീപ്പൊരിയാണ് തിരുമേനി. ഒരു കാലഘട്ടത്തിലെ മലങ്കര സഭയിലെ സുവിശേഷത്തിൻ്റെ ശബ്ദം ലോകം മുഴുവനും മുഴങ്ങിക്കേൾക്കുവാൻ മുഖാന്തരമായിരുന്നത് ബഹുമാനപ്പെട്ട എം.ഇ. ജോർജ് അച്ഛൻ, ബഹുമാനപ്പെട്ട ടി.ജെ. ജോഷു അച്ഛൻ, 2 പ്രധാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരാണ്. ജോഷു അച്ഛൻ ഇപ്പോഴും നമ്മോടൊപ്പമുണ്ട്. ഈ 2 വൈദിക ശ്രേഷ്ഠരും എല്ലാവരുടെയും ഹൃദയങ്ങളിലും അവരുടെ മനസ്സിനകത്തും മായാത്ത മുദ്ര പതിപ്പിച്ച പിതാക്കന്മാരാണ്. പ്രത്യേകിച്ച് ഒസ്താത്യോസ് തിരുമേനി, എം.വി. ജോർജ് അച്ഛൻ, അങ്ങനെ പേര് പറയുമ്പോഴാണ് ഒരുപക്ഷെ അദ്ദേഹത്തെ ലോകം മുഴുവനും അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, എഴുത്തുകൾ, ആശയങ്ങൾ ലോകവ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഈ ക്ലാസ്ലെസ് സൊസൈറ്റിയൊക്കെ
യൂറോപ്പിലും അമേരിക്കയിലുള്ളവർക്കൊരു പുത്തരിയാണ്, ഒരു മേൽപ്പെട്ട സ്ഥാനി. അങ്ങനെയുള്ള ആശയങ്ങൾ ശക്തമായി സംസാരിക്കാൻ തക്കവണ്ണം കരുത്തുള്ള, കഴമ്പുള്ള ഒരു ജീവിത സന്ദേശം, ജീവിത യാഥാർത്ഥ്യം, അത് വെറുതെ വാക്കുകളിലൂടെ ഇങ്ങനെ പറയുന്ന വാചകമല്ല, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അടർത്തിയെടുത്ത വാക്കുകളും ആശയങ്ങളുമാണ് തിരുമേനി പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കൊക്കെ അറിയാം, തിരുമേനി ഒരു പ്രസംഗം പറഞ്ഞാൽ ധനവാന്മാരെ ശാസിക്കാതെ ഒരു പ്രസംഗവും അവസാനിക്കാറില്ല. പക്ഷേ തിരുമേനിയുടെ ഏറ്റവും വലിയ സ്നേഹിതന്മാരെന്ന് പറയുന്നത് ഈ ശ്വാസന കൈകൊണ്ട് മുത്തം പോലെ വാരിയെടുത്ത് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ധനസമൃദ്ധിയുള്ള സ്നേഹിതന്മാരാണ്. നമ്മളൊക്കെ വിചാരിക്കും തിരുമേനി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി സൗകര്യമുള്ളവരൊക്കെ പിണങ്ങി പോകുമോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ വെടിയുണ്ട പോലുള്ള വാക്കുകളായിരിക്കും തിരുമേനി പറയുന്നത്. അതൊന്നും വ്യക്തികളെക്കുറിച്ചല്ല തിരുമേനി പറയുന്നത്. തിരുമേനി പറയുന്നത് തിരുമേനിയുടെ ഉള്ളിൽ കിടന്ന് കത്തിജ്വലിക്കുന്ന ആശയങ്ങളും വാക്കുകളും അങ്ങ് നിറഞ്ഞൊഴുകുകയാണ്. ബോംബ് പൊട്ടുന്നത് പോലെ അങ്ങ് പൊട്ടി പുറപ്പെടുകയാണ്. ക്രിസ്തീയ സഭയ്ക്ക് മൂന്ന് തൂണുകളിന്മേലാണ് ക്രിസ്തീയ സഭ സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് ഒന്ന് സങ്കല്പിച്ചാൽ ഞാൻ പറയും: 1 ആരാധന, 2 സുവിശേഷം, 3 പാവങ്ങളോടുള്ള കരുണ. ആരാധനയും സുവിശേഷവും പാവങ്ങളോടുള്ള കരുണയും, ഈ 3 തൂണുകളിലാണ് ക്രിസ്തീയ സഭയുടെ അടിത്തറ പണിതുയർത്തിയിരിക്കുന്നത് എന്ന് നമുക്കൊക്കെ, എനിക്കങ്ങനെ തോന്നുന്നുണ്ട്, നിങ്ങളും അങ്ങനെ നിങ്ങൾക്കും തോന്നാൻ വഴിയുണ്ടെന്ന് എൻ്റെ വിചാരം. തിരുമേനി ഒരു മൊബൈൽ കൺകോർഡൻസ് ആയിരുന്നു. വിദ്യാർത്ഥികളായി ഞങ്ങൾക്കൊക്കെ വേദപുസ്തകത്തിലെ വാക്യങ്ങൾ എവിടെ കിടക്കുന്നത് എന്നൊന്നും പിടിയില്ലാതെ വരുമ്പോൾ ജോർജത്തിൻ്റെ പിന്നാലെ കൂടിയാൽ മതി. തിരുമേനി അച്ഛാ ഇങ്ങനൊരു വാക്ക് എവിടെ ഉണ്ടല്ലോ, ആ പുസ്തകം തരൂ എന്ന് പറഞ്ഞ് പടപടാന്ന് പറഞ്ഞ് മറിച്ച് തിരുമേനി അത് കാണിച്ചു തരും. തിരുമേനി വൈദിക ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഈ സുവിശേഷത്തിൻ്റെ ലഹരി മത്ത് ശരിക്കും തലയ്ക്ക് പിടിച്ചൊരു യുവാവായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അന്നും കക്ഷിവഴക്കമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കക്ഷിവഴക്കുണ്ടായിരുന്നെങ്കിലും കക്ഷിക്ക് അതീതമായി തിരുമേനി എല്ലാ ഇടങ്ങളിലും ഈ ക്രിസ്തുവിൻ്റെ സുവിശേഷം ശക്തമായി സംസാരിക്കുവാൻ ക്ഷണിക്കപ്പെട്ടിരുന്നു, സംസാരിച്ചിരുന്നു. അത് സത്യവുമായിരുന്നു. അതൊന്നും നമുക്ക് ഒരു ഇങ്ങനെ മുഖസ്തുതി കൊണ്ടോ അല്ലെങ്കിൽ വേറെ കടമെടുത്തുകൊണ്ടൊന്നും പറയേണ്ട വാക്കുകളല്ല. അങ്ങനെയുള്ളൊരു പിതാവാണ് ഒരു വർഷം മുൻപ് നമ്മിൽ നിന്ന് തൽക്കാലത്തേക്ക് ഒന്ന് മറഞ്ഞു നിൽക്കുന്നത്. തിരുമേനി എവിടെ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് എൻ്റെ വിചാരം. നമ്മൾ ഈ കൊച്ചു കുട്ടികളുടെ മുമ്പിലെ പ്രായമുള്ളവരെ ഒളിച്ചുകളി നടത്തുമല്ലോ. ഒളിച്ചു എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും വാതിലിൻ്റെ മറയിലിരുന്ന് കണ്ടു എന്ന് പറയുമ്പോൾ കുട്ടികൾ വളരെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ അവരെ കൈകൊട്ടിച്ചിരിക്കും എന്ന് പറയുന്നത് പോലെ തിരുമേനി ഇവിടെയൊക്കെ ഒളിച്ചിരിപ്പുണ്ട്. തിരുമേനിയുടെ ശബ്ദം ഇവിടെയൊക്കെ ഉണ്ട്, തിരുമേനിയുടെ തരംഗങ്ങൾ ഇവിടെയുണ്ട്. അങ്ങനെയുള്ളൊരു പിതാവാണ് നമ്മിൽ നിന്ന് തൽക്കാലത്തേക്ക് ഒന്ന് അപ്രത്യക്ഷമായി മാറി നിൽക്കുന്നത് എന്നാണ് എൻ്റെ വിചാരം. യുവാക്കളുടെ ഒരു ലഹരിയായിരുന്നു തിരുമേനി. സാധാരണ ഞങ്ങൾക്കൊക്കെ യുവാക്കന്മാരെ പേടിയാണ്. അവർ കുസൃതിയുള്ള ചോദ്യമൊക്കെ ചോദിക്കും, ഉത്തരം പറയാൻ മുട്ടുന്ന ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കും യുവ തലമുറ. അതും യുക്തിയുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. എം വി ജോർജിൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കാൻ ചെന്നാൽ അതിനല്ല ഉരുളയ്ക്ക് ഉപ്പേരി പോലെയുള്ള മറുപടി ലഭിക്കും. കുട്ടികൾ തിരുമേനിയുടെ സ്നേഹിതന്മാരാകും. പ്രത്യേകിച്ച് യുവാക്കന്മാർ, യുവതികൾ, വിദ്യാർത്ഥിനികൾ അവരെ എന്തോ തിരുമേനി ഒന്ന് ആകർഷിച്ചിരുന്നു. അവർക്ക് ഭയങ്കര ഒരു ആകർഷണീയത ഉണ്ടായിരുന്നു. അപ്പോഴവരെ എന്തെങ്കിലുമൊക്കെ ഒരു വാക്ക് എഴുതുകയോ അല്ലെങ്കിൽ ഒരു ഓട്ടോഗ്രാഫ് വാങ്ങിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തിരുമേനിക്ക് വരുന്ന സകല എഴുത്തിന് തിരുമേനി തന്നെ കുരാന്ന് പറഞ്ഞ് എഴുതി 2 വാചകമൊക്കെ കാണുള്ളൂ, പക്ഷെ മറുപടി എഴുതും. ഇന്ന് നമുക്ക് പോലും ഇതൊന്നും ശരിക്ക് ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ
കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. തിരുമേനിയുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഗോസ്പൽ ഇൻ ആക്ഷൻ, അതും കൂടെ ഉണ്ട്. വെറും ഗോസ്പലല്ല. ഗോസ്പൽ പറയാൻ ആർക്കാ മേലാത്തത്? നല്ല വാഗ്വിലാസം ഉണ്ടെങ്കിൽ സുവിശേഷം ആർക്കും സംസാരിക്കാം, പ്രസംഗിക്കാം. പക്ഷേ ഗോസ്പൽ ഇൻ ആക്ഷൻ, സുവിശേഷം ക്രിയകളിലൂടെ, ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ അഭിമന്യു തിരുമേനി. വളരെ വാത്സല്യം, അതിൻ്റെ ആ ഹൃദയത്തിൻ്റെ നൈർമല്യം നമ്മൾ സംസാരിക്കുമ്പോൾ കേൾക്കാം. പാട്ട് എഴുതും, പാട്ട് പാടും, അതൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങ് തറഞ്ഞ് പതിച്ച് നിൽക്കും. അത് തിരുമേനി വലിയ സ്വരമാധുര്യമൊന്നും ഇല്ലെങ്കിലും തിരുമേനിയുടെ പാട്ട് കേൾക്കാൻ നല്ല രസമാണ്. തിരുമേനി പാട്ട് എഴുതുകയും പാട്ട് പാടുകയും. അപ്പോൾ ആരാധന, സുവിശേഷം, പാവങ്ങളോടുള്ള കരുണ, ഈ 3 പ്രധാനപ്പെട്ട അടിസ്ഥാനത്തിന്മേൽ തിരുമേനിയുടെ ജീവിതം നന്നേ ചെറുപ്പത്തിൽ, എഴുത്തും വായനയും അറിയാവുന്ന കാലഘട്ടം മുതൽ ആ വിധത്തിലുള്ള ഒരു വൈബ്രന്റ് പേഴ്സണാലിറ്റി. തിരുമേനി എപ്പോഴും പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ ഉള്ള ഒരു ജീവിത അല്ലെങ്കിൽ ഒരു വ്യക്തിത്വ രൂപം തിരുമേനിക്ക് ലഭിക്കാനിടയായത് തിരുമേനിയുടെ അമ്മയിൽ നിന്നാണെന്ന് എപ്പോഴും പറയാറുണ്ട്. അമ്മ ആ വിധത്തിൽ ഈ ഓമന മകനെ രൂപപ്പെടുത്തി മലങ്കര സഭയ്ക്ക് മാത്രമല്ല, കേരളത്തിന് മാത്രമല്ല, ഭാരതത്തിൽ മാത്രമല്ല, ലോകത്തിൽ മുഴുവൻ എല്ലാവർക്കും തിരുമേനിയുടെ ആശയങ്ങൾ ഒരു വലിയ മധുരം നിറഞ്ഞ ആസ്വാദ്യതയോടെ സ്വീകരിച്ച ഒത്തിരി ആശയങ്ങൾ. ആ ആശയങ്ങളൊക്കെ തിരുമേനിയുടെ മനസ്സിൽ നിന്ന് ധാരാളം മുതിർന്നു വീണിട്ടുണ്ട്. ഞാൻ ദീർഘമായിട്ടൊന്നും പ്രസംഗിക്കുന്നില്ല. കാരണം ഒസ്താത്യോസ് തിരുമേനിയെ കുറിച്ച് ആരോടാണ് പറയുന്നത്? അത് പറയുന്നതൊക്കെ ഇച്ചിരിയൊക്കെ അധികപ്പറ്റായിരിക്കും. കൂടുതലൊന്നും പറയേണ്ട, ഒന്നോ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. തിരുമേനിയുടെ ആ വ്യക്തിത്വം, തിരുമേനിയുടെ ആ മനസ്സിൻ്റെ നിർമ്മല ഭാവം, സകലമാന മനുഷ്യരെയും ഉൾക്കൊള്ളാനുള്ള വിശാലത, വലിയ ദീർഘവീക്ഷണം, സഭയെ സംബന്ധിച്ചുള്ള സ്വപ്നം, ഒരു സുവിശേഷീകരണ യജ്ഞം. പലപ്പോഴും നമ്മുടെ സഭയെക്കുറിച്ച് എല്ലാവരും പറയുന്ന ഒരു പോരായ്മയുണ്ട്. അതായത് ഈ സുവിശേഷ കാര്യങ്ങളിൽ നമ്മൾ വളരെ പുറകിലാണെന്ന് പറയും. അതൊരു പരിധിവരെ ശരിയായിട്ട് നമുക്കൊക്കെ തോന്നുകയും ചെയ്യും ചിലപ്പോഴൊക്കെ. തിരുമേനി ഇതിൽ ഒരു വലിയ എന്താ പറയേണ്ട, ഒരു തീച്ചൂള പോലെ ഈ കാര്യം പറയുകയും അതുപോലെ തന്നെ തിരുമേനി അത് പ്രാവർത്തികമാക്കുകയും ചെയ്തിരുന്നു. തിരുമേനിയെ ഈ വിധത്തിൽ ആക്കി തീർക്കാൻ തക്കവണ്ണം തിരുമേനിക്ക് കുറേ അനുയായികൾ ഉണ്ടായിരുന്നു. സെൻറ്റ് പോൾസ് ആശ്രമത്തിലുണ്ടായിരുന്നു, ആശ്രമത്തിന് പുറത്തുള്ളവരുണ്ടായിരുന്നു. തിരുമേനി എന്താണ് പറയുന്നതെങ്കിൽ അത് അതുപോലെ ഒപ്പിയെടുത്ത് സ്വന്തം ജീവിതത്തിൽ പകർത്താനും മാത്രമല്ല അതുപോലെ പ്രവർത്തിക്കുവാനും ഒക്കെ വളരെ ദാഹത്തോടെ തിരുമേനിയെ അനുകരിക്കുവാൻ ആയിരക്കണക്കിന് വിശ്വാസികളും അതുപോലെ തന്നെ സഭാ വലയത്തിൽ നിന്ന് പുറത്തുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് ഒറ്റ വാചകമേ പറയാനുള്ളൂ. തിരുമേനിയെ നമ്മൾ മറന്നു കളയരുത്. തിരുമേനിയെ നമ്മൾ ഒരിക്കലും മറക്കുകയില്ല ചിത്രം കൊണ്ട്. ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. പ്രവൃത്തി കൊണ്ട് തിരുമേനിയെ നമ്മൾ മറക്കാനിടയാകരുത്. അതാണ് തിരുമേനിയോടുള്ള നമ്മുടെ വാത്സല്യത്തിൻ്റെ ഒരു അടയാളം, മുദ്ര അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ കൊല്ലം കഴിയുമ്പോഴേ തിരുമേനി നമ്മുടെ ഈ തലമുറ ഒക്കെ ഓർക്കും. കുറച്ച് കഴിയുമ്പോഴേക്കും തിരുമേനിയുടെ അതൊക്കെ നമ്മുടെ മനസ്സിൽ മാഞ്ഞു പോകും. പക്ഷെ തിരുമേനി പറഞ്ഞ ചിന്തകൾ, തിരുമേനി നമുക്ക് നൽകിയ മാതൃക ഒരിക്കലും മായാത്തതാണ്. അത് മറന്നു പോകാതെ അതും കത്തിജ്വലിച്ച് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് പ്രകാശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വന്യപിതാവിൻ്റെ പ്രാർത്ഥനയും മധ്യസ്ഥതയും ഒരു കോട്ടയായിരിക്കട്ടെ
ആ പിതാവിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ തക്കവണ്ണം നമുക്ക് ഒരുമിച്ച് യത്നിക്കാം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. തുല്യന് തുല്യം നരനുടെ നാളുകളോ ഹാലേലൂയ. പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ. മനോലം മാതാമുൽമോലം മുൽമീനാമി. താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസര നിൻ ജീവസ്വരമതുണർത്തണമേ. കബറിനുദ്യാനത്തിന്ന സ്തൗമൻ ഗാലസ്കുറിയേലായിസോ. രക്ഷകനെ നിൻ ഗാത്രത്തെ ഭാക്ഷിച്ചും നിൻ വിലയേറും രക്തകാസ പാനം ചെയ്തും മൃതരായോരേ നാശം നീക്കി ജീവിപ്പിച്ച് അണിയണം നിന്നെ നോക്കും അവരിൽ കാന്തി പാർക്കുമോ. മൃതരെ ജീവിപ്പിപ്പാനെഴുന്നള്ളും രാജാ മുകിലഴകിന്മേലാഘോഷിതനായിടുന്നു. നയവാൻമാർ തൻ മുൻകൊമ്പിൽ നാദം കേട്ടിട്ട് അങ്കിയണിഞ്ഞെതിരേൽപ്പാനാൻ പോയിടുന്നു. മുറിയോറാഹെ മേലൈനു ആധാരേ. മരമാതിനുയരെ കർത്താവേ, കള്ളനു കിട്ടിയ നിന്റെ വരം തൃത്വത്തെ കൊണ്ടാടി മരി ചോരും കൈക്കൊണ്ടീടേണം. ബാറയ്ക്കുമോർ ഞങ്ങളുടെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർഭോഗങ്ങൾ ക്ഷയിച്ചു പോവുകയും നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താൽ ഞങ്ങളുടെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആമീൻ. രക്ഷകനോര ചെയ്ത രക്തങ്ങൾ കൈക്കൊള്ളുന്നോരിൽ വാസം ചെയ്യും ഞാൻ. വിശ്വാസാൽ ശുദ്ധ്യ എന്നെ കൈക്കൊണ്ട് കൽപ്പന കാക്കുന്നോ എൻ സ്നേഹിതനല്ലോ. ഗാത്രം ഭക്ഷണമാ രുധിരം കാസായ അവ കൈക്കൊള്ളുവോരിൽ വാസം ചെയ്യും ഞാൻ. ആത്മാവിനു മുക്തി നേടാൻ പുണ്യമേഴും രക്തശരീരങ്ങൾ
രക്ഷകനെ നൽകാം. താവകഗാത്രത്താ പരിഹാരം നേടി നിശ്ചയമായി ജീവൻ പ്രാപിക്കും ഞങ്ങൾ. രക്തശരീരങ്ങൾ കൈക്കൊണ്ടതുമൂലം അന്ത്യദിനെ ഞങ്ങൾ വിധിയേറ്റിടരുതേ. മട്ടസിച്ച് പറയണം. പിതാവും പുത്രനും പരിശുദ്ധമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. ആദി മുതൽ തലമുറ തലമുറ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നിട്ട് ഞങ്ങളുടെ ഉയർപ്പിന് ഞങ്ങളുടെ വർഗത്തിന്റെ ഒതുക്കത്തിനുമായിട്ട് വരുവാനിരിക്കുന്നതിനുമായ ദേവപുത്ര പാപപരിഹാരം ഉണ്ടാക്കുന്നതായ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. കർത്താവെ, കാണപ്പെടാവതല്ലാത്ത നിന്റെ വരത്ത് കൈ നീട്ടിയാണ് കർത്താവും എന്ന് ഞങ്ങളുടെ ദൈവമായുള്ളവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ തിരുമുൻപാകെയുള്ള മുഖപ്രത്യക്ഷതയ്ക്കുമായി വിലയേറിയ നിന്റെ ശരീര രക്തങ്ങൾ അനുഭവിപ്പാൻ നോക്കി പാർത്തിരിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ നീ വാഴ്ത്തണമേ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹാ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും കൊടുക്കുന്നവരുടെ മേലും കൈക്കൊള്ളുന്നവരുടെ മേലും ഇവയിൽ സംബന്ധിക്കുന്നവരുടെ മേലും സംബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ, തൻ മാതാവിൻ ഉന്നതിയും മഹിമ മൂടി സഹദേ മാർക്കും മൃതരിൽ കരുണയും ഉണ്ടാകാം. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ ഞങ്ങൾ പഠിച്ചു എന്നതായ വിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്തു എന്നതായ പുണ്യമുണ്ടാക്കുന്ന നിന്റെ തിരുരക്തവും ഞങ്ങളുടെ ശിക്ഷയ്ക്കോ പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ ജീവനരക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളുടെ മേലനുഗ്രഹം ചെയ്യണമേ. നമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോർന്നൽ ശരണം നീയേ, മൃതത്തൻ ഉയർപ്പും നീ തന്നെ. ഹല്ലേലൂയ. സസ്യാഭോജനത്തിൽ പതിവായിട്ടുള്ള വാകളെ എൻ്റെ ഏകപുത്രന്റെ ശരീര രക്തങ്ങളാകുന്ന ഈ ദിവ്യാദാനത്തിന് അർഹങ്ങളാക്കി തീർത്ത നിന്റെ കൃപയാവാ സ്തോത്രം ചെയ്യുന്നു. താൻ മൂലം അവന്റെ കൂടെ നിനക്ക് നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും യോഗ്യമാകുന്നു. ഹോശോ വബ്കൂല സുബാൻ ലവൽമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ.
മറയ്ക്കുമോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ഞങ്ങൾക്ക് അനശ്വരഭക്ഷണമായി ഭവിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്ന സ്വർഗീയ അപ്പമാകുന്ന മശിഹാ തമ്പുരാനെ, നിന്റെ ആഗമനത്തിൽ കെട്ടുപോകാത്ത അഗ്നിക്ക് ഭക്ഷണമായിട്ട് ഞങ്ങളെ നീ ആക്കി വെക്കരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽമേ. ആമീൻ. ബാറേക്കുമോ. സഭയുടെ ഭിത്തിയെ ബലവത്താക്കുക, ശിലമേൽ നിർത്തി നായകരായോരിടയന്മാരെ കാക്കുക ശക്തിയ. ആചാര്യന്മാർ ഷമ്മാശന്മാർ യൗപത് യകിനർ കോറൂയന്മാരെന്നിവരെ നീ ശോഭിപ്പിക്കാം. സഭയുടെ ഗുരുവാം ശ്രേഷ്ഠ പിതാവേ മോറഫറേമേ, മശിഹായെ പ്രതിവധമേറ്റോനാം തേവോദോറോസ്. പൊതുവിധി ദിവസം ഞങ്ങളശേഷം കൃപ കണ്ടെത്താൻ മശിഹാരാജനോട് സദയം നിങ്ങൾ പ്രാർത്ഥിക്കണമേ. ഉലകിൻ പാപം പോക്കാൻ സ്വയമേ ബലിയായി തീർന്നു മാനുഷനന്ദനായോരുടയോൻ ശ്രേഷ്ഠാചാര്യ. സഭയെ സേവിച്ച ജപാലകനായി ഉലകം വിട്ടോൻ മോറസ്താത്തിയോസ്. ഓർക്കണമേ നിൻ വാനവബലിയിൽ. സവിധേ ഉൾപ്രാ കാന്തിയേഴും സുധവാ സാരി ഇന്നാൾ സ്മൃതനാമീ ശ്രേഷ്ഠാചാര്യനീ ആമോദാൽ പാർപ്പിക്കുക കടപരിഹാരം നാഥാനീ ഏക കുറവുകൾ പോക്കുക മശിഹാ സൂനോ. നാഥ വിമലാത്മാവാ ദേവാ സേലോൻ ബസ്ലോമോ ആഹായ് ഹാബിബാന്റെ സഹോദരങ്ങൾ വാത്സല്യമുള്ളവരുമേ, കർത്താവിന് പാപപരിഹാരം ഉണ്ടാക്കുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള വഴി ആഹാരങ്ങളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണകൾക്കുമായി ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങളെല്ലാവരും സമാധാനത്തോടുകൂടി പോകുകയും സമീപസ്ഥന്മാരോടുകൂടെ ദൂരസ്ഥന്മാരും മരിച്ചവരോടുകൂടെ ജീവനുള്ളവരും കർത്താവിൻ്റെ ജയമുള്ള സ്ത്രീമായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസയുടെ റൂസ്മായാൽ മുദ്രകുത്തപ്പെട്ടവരുമേ, ഈ ത്രിത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ മോചിക്കും, നിങ്ങളുടെ വിശ്വാസികളായി വാങ്ങിപ്പോവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനും മഹാപാപിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയായിക്കൊണ്ട് സഹായിക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെല്ലാവരും സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടി പോകുവീൻ എന്ന് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുവീൻ. ആമീൻ. കർത്താവ് അവിടുത്തെ കുർബാന അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാർ.